ഓണാഘോഷത്തിനിടയിൽ നമ്മുടെ ജിസയിലും അനീഷും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ജിസയിൽ അനീഷിന്റെ അടുത്ത് എനിക്ക് താങ്കളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിച്ചു തുടങ്ങുകയാണ്. എന്നാൽ നമ്മുടെ അനീഷ് ഇങ്ങനെ സോഫയിൽ കടന്ന് ഇതൊക്കെ തന്നെ കേട്ടിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ പാടി നമ്മുടെ അനീഷിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ നന്നായിട്ട് നമ്മുടെ ജിസയിൽ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് എന്നൊന്നും നമുക്കറിയില്ല എന്നുണ്ടെങ്കിലും അനീഷിനോട് അടുപ്പം കൂടാൻ നമ്മുടെ ജിസയിൽ നന്നായിട്ട് ശ്രമിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നാൽ നമ്മുടെ അനീഷ് അമ്പിനും വില്ലിനും അടുക്കുന്നുമില്ല. അനീഷ് അതൊക്കെ തന്നെയും കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ജിസയിലിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ ആരും ഇവിടെ സ്നേഹിക്കാൻ നിൽക്കണ്ട. ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അത്ര മാത്രമേ ഈ ഒരു ബന്ധത്തെ ഞാൻ കാണുന്നുള്ളൂ. ഇവിടെ വെച്ചുള്ള സൗഹൃദങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളുമായിട്ടുള്ളൂ. ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സൗഹൃദം അങ്ങ് അവസാനിക്കും. ഇതൊക്കെ അനീഷിന്റെ നാവിൽ നിന്നും കേട്ടിട്ടും നമ്മുടെ ജിസയിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജിസയിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്: എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു, എനിക്കൊരു സോഫ്റ്റ് കോർണർ ഒക്കെ തോന്നുകയാണ് എന്ന്. എന്നാൽ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനീഷ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ജിസയിൽ നമ്മുടെ അനീഷിന്റെ അടുത്ത് കുറച്ച് അടുക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഒരു ലവ് ട്രാക്കിനുള്ള തയ്യാറെടുപ്പ് ആണോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും വരുന്ന എപ്പിസോഡുകളിലും ലൈവിലും ഒക്കെ തന്നെ ബാക്കി നമുക്ക് കണ്ടു തന്നെ അറിയാം.